ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഡീപ്പ് ക്ലീൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ സംഭവങ്ങൾ എന്നൊക്കെ ഏട്ടൻ പറയുന്നതായിരിക്കും കേട്ടോ. ഇതെന്താ ഇപ്പോൾ ചെയ്തത്? ഇപ്പോൾ എങ്ങനെയാണ് തുറന്നത്? ആദ്യം അതിൻ്റെ ഡോറാണ് നമ്മൾ ഊരി മാറ്റിയത്. അതിനൊരു പിന്നൂരി മാറ്റി കഴിഞ്ഞാൽ ഡോറ് ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം അത് ഇപ്പോൾ അഴിക്കുന്നത് ആ പൾസേറ്റർ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രൂ ആണ്. ആ സ്ക്രൂ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇളക്കിയെടുത്തു. അതിന് ശേഷം അതിങ്ങനെ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങോട്ട് ഇളകി വരും. ഇത് മെയിനായിട്ട് ഇപ്പോൾ ഇത് ഊരാൻ കാരണം എന്താ വെച്ചാൽ കണ്ടില്ല, ഇതിൻ്റെ അടിയിൽ മൊത്തം വൃത്തികേടായി കിടക്കുന്ന ചളി. ഇത് ഡ്രസ്സ് അലക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ലാസ്റ്റ് നമുക്കൊരു പാട പോലെ പറ്റി പിടിച്ചെന്ന് കാണാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതെന്താ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ സംഭവം വെച്ചിട്ട്? ഇതോ താഴെ കണ്ടില്ലേ, ഒരു 36-ന്റെ നട്ടുണ്ട്. അത് അഴിച്ചെടുക്കാനായിട്ട് 36-ന്റെ ബോക്സ് പാനർ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് അഴിച്ചെടുക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു തട്ടിക്കൂട്ട് സാധനമാണ്. അത് വെച്ച് അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് ഹാമർ വെച്ച് തട്ടി ഇളക്കാം. അപ്പം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നട്ട്. അതൊക്കെ കേട് വന്നിട്ടുണ്ട് അല്ലേ നല്ലോണം. എത്ര വർഷം? നമ്മൾ 13 വർഷം അല്ലേ? 13 വർഷമായിട്ട് കംപ്ലൈന്റ് ആവാത്തൊരു വാഷിംഗ് മെഷീനാണത്. അതിനുശേഷം ഒരു വാഷറും കൂടെ ഉണ്ട് അതിൻ്റെ താഴെ, അതും കൂടെ ഇളക്കിയെടുക്കണം. അത് ജസ്റ്റ് ഇളക്കിയെടുത്താൽ കിട്ടും. ഡീപ്പ് സ്കെയിലർ വെച്ചിട്ട് ടബൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ മൊത്തം അഴിച്ചു മാറ്റിയിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അഴിക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം അഴുക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അത്രയ്ക്ക് അതിൻ്റെ അടിയിൽ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ചു കിടക്കുന്നുണ്ട്. ഇനി എന്താ ഇപ്പൊ ഇത് ചെയ്യുന്നത്? ഇനിയിപ്പോ മൊത്തം അഴിക്കാനാ അല്ലേ? ഇത് ഡ്രം ഊരി എടുക്കണമെങ്കിൽ ആ മുകളിലുള്ള കവർ ഊരി മാറ്റണം. അപ്പം അതാദ്യം ഊരി മാറ്റി അതിന് സൈഡിലെല്ലാം ക്ലിപ്പുകളാണ്. അത് ഇളക്കി കഴിഞ്ഞാൽ ഊരിയെടുക്കുക. ഇതിപ്പോൾ ഡ്രം ഞാൻ അഴിക്കാനായിട്ട് പൊക്കാൻ വേണ്ടി നോക്കിയിട്ട് കിട്ടണില്ല, നല്ല ടൈറ്റാണ്. അപ്പം ചെറിയൊരു കയറ് ഉപയോഗിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്തപ്പം ഇത് പൊങ്ങി വന്നു, ഇളകി വന്നു. അപ്പൊ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റിയ ഡ്രമ്മിലെല്ലാം മൊത്തം അഴുക്കാണ്, അടിയിൽ മൊത്തം അഴുക്കാണ്. ഇതൊക്കെയല്ലേ നമ്മളെ ഡ്രസ്സിലേക്ക് വരുന്നത് അല്ലേ? ഈ കാണുന്ന ഈ ഒരു കറുത്ത ചളിയില്ലേ, ഇതൊക്കെ ബ്ലാക്ക് ഡ്രസ്സിന്റെ മുകളിൽ നല്ല പാട പോലെ പിടിച്ചു കിടക്കും ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ, അലക്കി കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് പ്രഷർ വാഷർ വെച്ച് അടിച്ച് കഴുകുക. ഫസ്റ്റ് ടൈം ഊരിയപ്പോൾ നല്ലോണം ഉരച്ച് തേച്ച് കഴുകിയിരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ പ്രഷർ വാഷർ വെച്ചിട്ടാണ് കഴുകുന്നത്. അപ്പോൾ വേഗം പണി കഴിയല്ലോ, അതിൻ്റെ മുകളിലുള്ള ചളികളൊക്കെ വേഗം പോയി കിട്ടും. മാസത്തിൽ ഒരിക്കലെങ്കിലും ഡീസ്കെയിലർ വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ടാവും. എന്തായാലും ഇനിയിപ്പോൾ ഏട്ടൻ പറഞ്ഞ് മൊത്തത്തിൽ അഴിച്ചു മാറ്റിയിട്ട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഒരു മാസം കൂടുമ്പോൾ ഡീസ്കെയിലർ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഇത് അഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അഴിച്ചതേ നോക്കിയപ്പോൾ അതെങ്ങനെയാണ് സ്ഥിതി. എന്തായാലും ഇത് മുഴുവൻ ക്ലീൻ ചെയ്താലേ നടക്കുകയുള്ളൂ. ഇതെന്താ ഈ പ്രാവശ്യം ഈ ഡ്രം ഊരാത്ത? കഴിഞ്ഞ പ്രാവശ്യം ഇത് ഊരിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഊരിയായിരുന്നു. ഇപ്രാവശ്യം അത് ഊരേണ്ട ആവശ്യമില്ല. നമുക്ക് ഡീസ്കെയിലിങ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൊത്തത്തിൽ വാൽവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്തായിരുന്നു. ശരിയാ. പിന്നെ നമ്മുടെ ഹോസിനൊരു ചെറിയ ഡ്രെയിൻ ഹോസിന് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ സിലിക്കോണൊക്കെ വെച്ച് അടച്ചില്ലേ, അതിനു വേണ്ടി അന്ന് ആ ഡ്രമ്മെല്ലാം അഴിച്ചത്. ഇതിപ്പോൾ പ്രഷർ വാഷർ ഉള്ളതുകൊണ്ട് വേഗം പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുകളിൽ ഈ അറ്റത്തുള്ള സംഭവത്തിൻ്റെ മുകളിലൊക്കെ തട്ടിയിട്ട് കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ടോപ്പത്തെ ഈ ഒരു സംഭവം അഴിക്കുകയാണ് അല്ലേ? അത് അഴിച്ചാൽ അകത്തുള്ള 2 കവർ അഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനകത്തെല്ലാം നിറയെ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് അഴിച്ച് അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അസംബിൾ ചെയ്ത് രണ്ടാമത് കവറെല്ലാം ഫിറ്റ് ചെയ്തു. ഇനി ഡ്രമ്മ് നമുക്ക് തിരിച്ച് വാഷിംഗ് മെഷീൻ്റെ മെയിൻ ഡ്രമ്മിനകത്തേക്ക് അസംബിൾ ചെയ്യണം. ഒന്നുമില്ല, ഇതങ്ങ് നേരെ അതിനകത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ അഴിച്ച വാഷർ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ ഒരു 36-ന്റെ നട്ട് അഴിച്ചില്ലായിരുന്നു, ആ നട്ട് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടൂൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. നോക്ക്, ഉള്ളൊക്കെ നോക്ക്, നല്ല തിളങ്ങുന്നുണ്ട്. എന്ത് വൃത്തിയല്ലേ കാണാൻ, തിളങ്ങുന്നുണ്ട്. എന്തായാലും നല്ല വൃത്തിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പുതിയതുപോലെ. ഇനിയും വേണമെങ്കിൽ ഒരു 10 വർഷം നോക്കാം നമുക്ക്. ഇത് 13 വർഷമായിട്ട് ഇന്നേ വരെ വേറെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഫുള്ളി ഓട്ടോമാറ്റിക് പാനസോണിക്കിൻ്റെ വാഷിംഗ് മെഷീനാണ്. നമ്മൾ അന്ന് തൊട്ട് ഡെയിലി എന്ന് പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ എടുക്കാറുണ്ട്. ഇതില്ലാതപ്പോൾ പറ്റാത്തൊരവസ്ഥയാണ്. കേട് വന്നിട്ട് വേറെ വാങ്ങാന്ന് വിചാരിച്ചത് കേട് വരുന്നില്ല. അതെ തന്നെ. അതിനുശേഷം അത് ഈ പൾസേറ്ററും കൂടെ അസംബിൾ ചെയ്താൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ മുകളിലുള്ള കവർ അസംബിൾ ചെയ്തു.
അതിനുശേഷം അതേ ഡോറ് ഇതേപോലെ ആ പിന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡോറും ഇതിന്റെ സൈഡിലുള്ള ബ്ലാക്ക് കളറൊന്നും അഴുക്കല്ല കേട്ടോ, അതൊന്നും പോകൂല, എത്ര നോക്കിയിട്ടും പോലെ, എത്രയും വർഷത്തെ പഴക്കമുള്ളല്ലേ. പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഒക്കെ ദ്രവിക്കാനായിട്ട് അതിന്റെ കവറും ഇതൊക്കെ. വേറെ അതിന്റെ മോട്ടറും ബാക്കി കാര്യങ്ങളൊക്കെ എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും. അതിന്റെ വേറെ ഒരു കംപ്ലൈൻസ് ഇതുവരെ വന്നിട്ടില്ല. അതേ വാഷിംഗ് മെഷീൻ വർക്കായിട്ടുണ്ട്. അങ്ങനെ വാഷിംഗ് മെഷീൻ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇതേപോലെ നിങ്ങൾക്കും വീട്ടിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ വീഡിയോയും കൂടി എടുത്തത്. ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഡീസ്കെയിലിംഗ് പൗഡർ. LGയുടെ ആണ് യൂസ് ചെയ്യുന്നത്, ഓൺലൈനിലാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. താല്പര്യമുള്ളവർ അതിൽ പോയിട്ട് വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ LGൻ്റെ തന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏതാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.